അനിമോൾക്കെതിരെ വീണ്ടും ആദിലയും നൂറയും. അനിമോൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഒറ്റയ്ക്ക് അവിടെ മാറി സോഫയിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ആര്യൻ, അക്ബർ, ആദില, നൂറ ഇവർ 4 പേരും കൂടി ഇരുന്നിട്ട് അനിമോളുടെ ഓപ്പോസിറ്റ് സോഫയിൽ ഇരുന്നിട്ട് പറയുകയാണ്, ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുടെ അഭിനയം തുടങ്ങിയിരിക്കുകയാണ് അനിമോൾ യഥാർത്ഥത്തിൽ അനിമോളുടെ കയ്യിൽ എന്തോ പറ്റി. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഇരിക്കുക, ഇവർ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. അപ്പോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെ മാറിയിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവർ 4 പേരോട് സംസാരിച്ചിട്ട് അനിമോളെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആദില പറയുന്നുണ്ട്, അവളെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്തി ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിലേക്ക് ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞിട്ട് ആദില അവിടെ നിന്ന് എണീച്ച് അനിമോളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ആദിലയും നൂറയും കൂടെ അനിമോളെ ക്രോസ് വിസ്താരം ചെയ്യുന്ന കണക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ മാത്രമേ കണ്ടോളൂ നോമിനേറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ എൻ്റെ പുറത്ത് കയറി കിടന്ന് എൻ്റെ മൂക്കിന് ഇത്രയും ഇഞ്ചേർഡ് ആക്കിയ അക്ബറിനെ നിങ്ങൾ കണ്ടില്ല. പിന്നെ ഞാനാണോ ആഹാരം ഉണ്ടാക്കാൻ നേരത്ത് സാബുമാൻ വരെ കിച്ചണിലുണ്ടായിരുന്നു. പിന്നെന്തിനാ നിങ്ങൾ എന്നെ മാത്രം ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അനിമോൾ ചോദിക്കുന്നുണ്ട്. കാരണം അനിമോൾ ചോദിക്കുമല്ലോ, ഇത്ര അടുത്തിരുന്നിട്ട് ക്ലോസ് ആയിട്ടിരുന്നവർ തന്നെ അനിമോൾക്കിട്ട് ഇങ്ങനൊരു പരിപാടി ചെയ്തപ്പം അനിമോൾ ചോദിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോഴത്തേന് ഈ നൂറയ്ക്ക് 100 നാവാണ്. നൂറ ചോദിക്കുന്നത്, എന്താ ഞങ്ങൾക്ക് അങ്ങനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? എൻ്റെ ഭാഗത്ത് ഇപ്പോഴും നിനക്ക് റൈറ്റ് തന്നെ അല്ലേന്ന് ചോദിച്ചിട്ട് നൂറ കയർത്ത് സംസാരിക്കുകയാണ്. ആദില പിന്നെ കുറച്ച് ആദിലയും നൂറയും കൂടെ അനിമോളെ ക്രോസ് വിസ്താരം തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അനിമോളോട് ചോദിക്കുന്നുണ്ട്, നീ ചായ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് നീ കുടിച്ചില്ല, അത് നിനക്ക് ഇഷ്ടമുള്ളവർക്ക് ഫേവറേറ്റ്സ് കാണിച്ച് നീ കൊടുക്കും, ഞങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല, നിനക്ക് മാത്രമുള്ളതാണോ ഈ കിച്ചൺ? നീ ആരാ ഇവിടുത്തെ? ആദില ചോദിക്കുകയാണ്. ഈ വീട് എല്ലാവർക്കും കൂടെ ഉള്ളതാണ്, അല്ലാതെ നിൻ്റെ മാത്രമൊന്നുമല്ല, നിനക്ക് തോന്നി കണക്കുള്ള കാര്യം കാണിക്കാനായിട്ട്. എന്നിട്ട് ആദില എണ്ണീച്ച് ബെഡ്റൂമിൽ പോയിട്ട് ഡ്രോവർ തുറന്നിട്ട് എന്തോ ഒരു പച്ച കളറിലുള്ള ഷോളോ എന്തോ അതെടുത്ത് അനിമോളുടെ ബെഡിൽ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ആ സീൻ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അത് എന്തോ ആ ഒരു വൈരാഗ്യത്തിന്, അനിമോളോടുള്ള ദേഷ്യത്തിന് ആദില പോയി ചെയ്തതാണ്. പിന്നെ നൂറ ഭയങ്കര പ്രസംഗം. നൂറ പറയുന്നത് നിനക്ക് തോന്നുന്നത് മാത്രം അങ്ങ് ശരി. അനിമോൾ പറയുന്നത്, ഞാൻ ആ കടലമാവ് എടുത്ത് ദോശ ഇട്ടത് മാത്രമേ ഉള്ളൂ, എൻ്റെ ഭാഗത്ത് തെറ്റെന്ന് എനിക്ക് തോന്നുന്നു. ഉടനെ ആദില പറയുന്നത്, അത് മാത്രമാണോ നിൻ്റെ തെറ്റ്? നിൻ്റെ തെറ്റുകളിൽ ഒരെണ്ണം മാത്രമാണത്. പിന്നെ ഉടനെ അക്ബറിനെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, അക്ബർക്ക, നിങ്ങൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുമ്പോൾ കടലമാവ് മുക്കിയല്ലേ ഉപയോഗിക്കുന്നത്? അന്നേരം പറഞ്ഞാണ്. അപ്പോൾ കടലമാവ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന സാധനമൊന്നും അല്ലല്ലോ. അനിമോൾ പറയുന്നത്, ആട്ടാമാവ് പോലെ എന്നും എടുത്ത് യൂസ് ചെയ്യുന്നതല്ല കടലമാവ്. അന്നേരം നൂറ പറയുന്നത്, ഇവിടെ ആര്യനും അക്ബറും മാത്രമൊന്നും അല്ല ജീവിക്കുന്നത്, ഞങ്ങൾക്കൂടെ വേണ്ടുന്ന സാധനം എടുത്ത് അവർക്ക് മാത്രം കൊടുക്കാൻ നീ ആരാ? നീ അതെന്തിനാ കൊടുത്തത്? അപ്പം നിനക്ക് ഫേവറായിട്ടുള്ള ആൾക്കാർക്ക് നീ എന്തും കൊടുക്കും, അതിനൊരു കുഴപ്പമില്ല. മോളെ, നീ തെറ്റ് നല്ലതുപോലെ ന്യായീകരിക്കുന്നുണ്ട് കേട്ടോ. തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്ന നൂറ പറയുന്നുണ്ട്. ഞാൻ നെവിൻ്റെ ദേഹത്ത് അള്ളി മാന്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ കയറി പാവ എടുക്കും. പിന്നെ എന്താ വേണം, ഞാൻ മാന്തും. എന്നെപ്പോലുള്ള പെൺകുട്ടികൾ ആരായാലും മാന്തും. പിന്നെ ഇവിടെ ഇതിനു മുമ്പ് നടന്ന ടാസ്കിൽ അള്ളിയും മാന്തിയൊക്കെ ചെയ്ത് ഷാനോസുക്കയെ വിരലി കടിച്ച്, ഇതൊന്നും പറയാനും നോമിനേറ്റ് ചെയ്യാനും ആരുമില്ലായിരുന്നു. ഇപ്പോൾ എന്തുവാ, ഞാൻ മാത്രമാണോ ഇവിടെ തെറ്റ് ചെയ്തത് എന്ന് അന്നെ പറഞ്ഞ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് പരാതി ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് നൂറ പറയുന്നത്. നിന്നെ കണ്ടോണ്ടല്ല ഇവിടെ ആരും വന്നേക്കുന്നത്, നിന്നെ കണ്ടുകൊണ്ടും PR കൊടുത്തിട്ടും അല്ല ഇവിടെ ആരും വന്നേക്കുന്നത് എന്ന് ആദില പറയുന്നുണ്ട് അനുമോളെടുത്തിട്ട്. ഉള്ള കാര്യം പറയല്ല, നീ ഞങ്ങളുടെ ഫ്രണ്ടാണ്, തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരിത് ഞങ്ങൾക്കുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്, അല്ലെങ്കിൽ അത് നിർത്തിക്കോളാം, ഞങ്ങൾക്ക് തെറ്റായിട്ടാണ് തോന്നുന്നത്, അതാണ് നിന്നോട് പറഞ്ഞതെന്ന് നൂറ പറയുന്നുണ്ട്. ഇവളുമാരുടെ ഫ്രണ്ട്ഷിപ്പിന് എന്തോ വിലയുണ്ട്. ഇത്രയും വയസ്സ് വരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത ഇവളുമാർക്ക് ലോകത്ത് ആരോട് സ്നേഹം കാണും? ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഓരോ കമൻറ്റ് ബോക്സിലും കിടക്കുന്ന കമൻറ്റുകൾ വായിച്ചിട്ടേ പോയി എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത്രയും നാണം കെട്ട് ഇങ്ങനെ എന്തിനാ ഇവരൊക്കെ ജീവിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നാണമില്ലാത്ത 2 സാധനങ്ങളായിപ്പോയി ആദിലയും നൂറയും.